അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്തതിനു ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യുക, മാത്രമല്ല അവരോട് ചെയ്യുന്ന ഒരു പുച്ഛവാക്ക് പോലും പറയരുത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. എന്നാൽ ആധുനിക സന്താനങ്ങൾ ഈ സഹന സത്യങ്ങളെല്ലാം ചവിട്ടിമതിച്ചുകൊണ്ട് ഖുർആനിക അധ്യാപനം തൃണവൽക്കരിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൊയ്മുത്തിന്മേൽ കടാരം വെച്ചുകൊണ്ട് ഉമ്മമാരെ വീടിന്റെ പടി കടത്തി വൃദ്ധസദനത്തിലേക്ക് തള്ളുന്ന കാഴ്ചകളല്ലേ നാം ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായമാകുമ്പോൾ മാതാവ് അവർക്ക് ഭാരമാണത്രേ. എല്ലാ പച്ചിലയും ഒരു ദിവസം പായ്ക്കുമെന്ന സത്യത്തിൽ അറിവോടെ നിശ്ചയിക്കുന്നുണ്ടവർ. എന്നാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ നേട്ടങ്ങൾക്ക് മാത്രം കോപ്പുകൂട്ടിയ ഉമ്മയെ ഏത് സമയത്തും ഏത് കാലത്തും സേവിക്കണം എന്നല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. ഒരിക്കൽ ഒരു സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് യുദ്ധത്തിലേക്ക് പോകാനുള്ള അനുമതി ചോദിക്കുകയായിരുന്നു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമായ ഉമ്മയുണ്ട് സ്വഹാബ? അതേ നബിയെ, എനിക്ക് പ്രായമായ ഉമ്മയുണ്ട്. എങ്കിൽ നിങ്ങൾ യുദ്ധത്തിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് ആ ഉമ്മയെ സേവിക്കലാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നോക്കൂ, ഉമ്മമാരെ പരിചരിക്കേണ്ട ആവശ്യകതയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ ഉവൈസുൽ ഖർനി തങ്ങളെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളെ പുകഴ്ത്തി പറഞ്ഞത് എന്താണെന്ന്? അതേ, അല്ലാഹുവിനെ സത്യമിട്ട് അവർ വല്ലതും ചോദിച്ചാൽ അത് അപ്രകാരം ഉത്തരം നൽകുന്നതായിരിക്കും. ഈ വചനം കേട്ട് ഉമർ തങ്ങൾ പോരും മഹാനവറുകളെ തിരഞ്ഞു പിടിച്ച് ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്.